തൃപ്പങ്കോട്ട കേശവന്റെ ഒന്നാം പാപ്പാനായ നീലകണ്ഠൻ ക്ഷേത്ര പരിസരത്ത് എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ക്ഷേത്രനിലയിൽ എത്തിച്ചേരാൻ അഭ്യർത്ഥിക്കുന്നു. തൃപ്പങ്കോട്ട കേശവന്റെ ഒന്നാം പാപ്പാനായ നീലകണ്ഠൻ ക്ഷേത്ര പരിസരത്ത് എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ക്ഷേത്രനിലയിൽ എത്തിച്ചേരാൻ അഭ്യർത്ഥിക്കുന്നു. പാപ്പാൻ നീലകണ്ഠൻ ഇനിയും എത്തിച്ചേർന്നിട്ടില്ല. ക്ഷേത്ര പരിസരത്ത് എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ക്ഷേത്രനിലയിൽ എത്തിച്ചേരാൻ അഭ്യർത്ഥിക്കുകയാണ്. എങ്ങോട്ടാണ് നീലാണ്ടൻ പോയത്? മൂത്രമൊഴിക്കാൻ പോയതാ. എപ്പോഴാ പോയത്? 1 മണിക്കൂറായി കാണും. എന്താ പിന്നെ നോക്കണ്ട, എന്താ അവൻ അവിടെ നിന്ന് ഒഴുകി കാണും. ഓ എന്റെ ഭഗവതി, ഈ കാണില്ല എങ്ങനെ എഴുന്നള്ളത്ത് നടത്തുന്നേ? പടം നോക്കാം. എവിടെ പോയി നോക്കാനാ? നടക്കണം കൂടി. നീലാണ്ടോ, നീലാണ്ടാ, ആനക്കുട്ടിയെ എന്തോ നീലാണ്ട കണ്ടോ? കണ്ടില്ല. എവിടെ പോയി? കൊച്ചുകളെ നിങ്ങൾ കണ്ടോളാ? അവൻ ആരും കണ്ടില്ല. പാപ്പാൻ നീലകണ്ഠൻ ഇനിയും എത്തിച്ചേർന്നിട്ടില്ല എന്നുള്ള വിവരം വീണ്ടും വീണ്ടും അറിയിച്ചു കൊള്ളട്ടെ. അമ്പല കമ്മിറ്റി സെക്രട്ടറി പീതാംബരൻ ഉത്സാഹിക്കണമെന്ന് അപേക്ഷിക്കുന്നു. ഓ ആ മൈക്ക് വിഴിഞ്ഞ ഇന്ന് ഞാൻ കൊല്ലും. എടാ നീലാണ്ട, ഒരു പ്രത്യേക അറിയിപ്പ്. തോട്ടുംകരയിലെ PK സാവിത്രിയുടെ അരഞ്ഞാണം ക്ഷേത്രമുറ്റത്ത് നഷ്ടപ്പെട്ടിരിക്കുന്ന വിവരം ബിസിനസ് സമേതം അറിയിക്കുന്നു. കണ്ടുകിട്ടുന്നവർ ക്ഷേത്ര കമ്മിറ്റി ഓഫീസിൽ എത്തിക്കേണ്ടതാണ്. കിട്ടി 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 പീതാംബരേട്ടാ, കിട്ടി. കിട്ടിയോ? ആശ്വാസമായി. എന്നാ വാ, എഴുന്നേൽക്ക് തുടങ്ങാം. അത് കിടക്കല്ല. എന്താ കിട്ടിയതറിഞ്ഞാണാ? നോക്കാറ് നടക്കണോ അങ്ങോട്ട്? എടാ നീലാണ്ടാ, മോനെ നീലാണ്ടാ, മോനെ നീലാണ്ടാ. എവിടെ പോയി ചീഞ്ഞടൂ? ചീഞ്ഞു എന്ന് പറഞ്ഞ പിടിയിട്ട് എന്തോന്ന്? പീതാംബരേട്ടാ വാ. എങ്ങോട്ടാണോ? വാന്ന്. പത്മാവതി, നീ ആനമയ്ക്ക് പുടിങ്ങെടുത്തേ. ഉത്സവ ദിവസം ആവുമ്പോ ഇത്തിരി കള്ളത്തിനൊക്കെ ആകാം. ഇത് കേട്ടാ തോന്നും ഇന്നാണ് ആദ്യമായിട്ട് നിങ്ങൾ ചെയ്യുന്നെന്ന്. ദേ അവസാനം ജയിലിൽ കിടക്കുമ്പോഴേ കൂടെ കിടക്കാൻ ഞാനുണ്ടാവില്ല. എടി, ആനമയ്ക്ക് ചേർത്ത കള്ളു കുടിച്ചാലേ ഉടലൂടെ സ്വർഗത്തിൽ പോകുന്ന അനുഭവം. അയ്യോ, ആ നമ്മൾ നീലാണ്ട് ഇങ്ങോട്ട് വന്ന വാസുവേ. ഏത് നീലാണ്ട്? നീ ഏതൊക്കെ നീലാണ്ടന്മാരെ അറിയും? ആ, നമ്മുടെ ആനക്കാരൻ നീലാണ്ട്. അവൻ വന്നല്ലോ. എപ്പോ? 4 മണിക്ക് വന്ന് 1 ലിറ്റർ അടിച്ചു പോയി. പിന്നെ 5 മണിക്ക് വന്ന് 1 ലിറ്ററും കൂടി അടിച്ചു പോയി. പിന്നെ 6:30 മണിക്ക് വന്ന് 1 ലിറ്ററും കൂടി അടിച്ചു പോയി. പിന്നെ 7 മണിക്ക് വന്ന് ഒരു വാളടിച്ചു പോയി. എന്നിട്ട് അവൻ എവിടെ പോയി തുറഞ്ഞെന്ന് അറിയേണ്ടത്. വിളിച്ചോണ്ട് വന്നാ ഞാൻ ചോദിച്ചിട്ട് വിവരം പറയാം. എന്റെ ഭഗവതി, എഴുന്നള്ളത്തിനുള്ള സമയമായി. വാടോ, എവിടെയെങ്കിലും അന്വേഷിക്കാം. മുന്നോട്ട് മുന്നോട്ട് അങ്ങോട്ട് പോറ്റാനേ, വേറെ നടക്കാനേ. എന്താടാ ഉത്സവത്തിന് പോയിട്ട് വരിക? എഴുന്നള്ളിപ്പിന് വരില്ലേ? കേശവന്റെ പുറത്ത് ഞാനുണ്ടാവും. നടക്കാനങ്ങട് മോനെ കേശവനാണ്. നീ എന്റെ ഉള്ള ചീത്തപ്പേര് കളയരുത്. എഴുന്നള്ളിപ്പിന് മുമ്പ് എത്തേണ്ടതാ. ചക്കര തരാം, പഴം തരാം, തരാം. എന്താ നീലാണ്ടായത്? ഞാൻ അന്നേ പറഞ്ഞല്ലേ എഴുന്നള്ളിപ്പിന് ഞാൻ എന്നെ കൊണ്ടുവരണ്ടാന്ന്. ഒരടി മുന്നോട്ട് വെക്കണ്ടേ? കുഴിച്ചിട്ട പോലെ ലഭിക്കണത് നടക്കാനാണ്. എന്താ പറ്റിയ നീലാണ്ടാ നിനക്ക്? എന്താ പറ്റിയെന്നാ? ഇന്ന് ഉത്സവമാണല്ലോ, ആ സന്തോഷം കൊണ്ട് ഒരെണ്ണം അടിച്ചു. അതടിച്ച് പുറത്തിറങ്ങുമ്പോഴാണ് എന്റെ സാവിത്രിയുടെ അരഞ്ഞാണം പോയെന്നുള്ള അലോട്ട്മെന്റ്. അത് കേട്ടപ്പോ എനിക്ക് സങ്കടമായി. സങ്കടം വന്നറിയാലോ, ഒരു ഉപ്പിൻ കൂടി അടിച്ചു. പിന്നെ പുറത്തിറങ്ങുമ്പോഴാണ് സാവിത്രി അരഞ്ഞാണം തിരിച്ചു കിട്ടിയെന്നുള്ള അലോട്ട്മെന്റ് കേട്ടത്. അപ്പൊ എനിക്ക് സന്തോഷമായി. സന്തോഷം വന്നറിയാലോ, ഒരു ഉപ്പിൻ കൂടി അടിച്ചു. അതും കഴിഞ്ഞ് ഇറങ്ങുമ്പോഴാണ് നമ്മുടെ കള്ളുവാസു എന്നോട് കാശ് വെച്ചത്. അതെനിക്ക് സങ്കടമായി. സങ്കടം വന്നറിയാലോ. ഓ എനിക്ക് ദേഷ്യം വന്നറിയാലോ. ഇരിക്കാതെ. ഓ അത് മാത്രം അറിയാം. ഒന്ന് ഇറങ്ങിക്കോട്ടെ ഇടയല്ലേ അമ്മച്ചി. അല്ല അപ്പൊ എഴുന്നള്ളിപ്പോ നിന്നെ എഴുന്നള്ളിക്കാവണ എന്നെ ഈശ്വര, കാണാനില്ലല്ലോ. മുങ്ങിയോ? ഇനി ഷാപ്പിൽ അന്വേഷിച്ചാലോ? ഇപ്പൊ എങ്ങനെയുണ്ട് എഴുന്നള്ളിപ്പ്? എപ്പോഴാ? അതൊക്കെ കാണിച്ചു തരാം. നീ വാ, കാണിച്ചോടാ അവനെ. കാണിക്കല്ലേ? ആ, അമ്പലപ്പറമ്പിൽ വെച്ച് മാല പൊട്ടിപ്പോയെന്ന് പറഞ്ഞാൽ മനസ്സിലാക്കാം, അത് കഴുത്തിലാണല്ല. കമ്മലൂരി പോയെന്ന് പറഞ്ഞാൽ അതും വിശ്വസിക്കാം, അത് കാതിലാണല്ല. അരഞ്ഞാണം താനെ ഊരിപ്പോയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വിശ്വസിക്കാൻ ഇത്തിരി പ്രയാസ. കാരണം അതിന്റെ പ്ലേസ്മെന്റ് അരക്കെട്ടിലാണല്ല. ഓരോ പൊട്ടും എന്ത് വേണമെങ്കിലും ആയിക്കോട്ടെ, നിങ്ങളുടെതൊന്നല്ലല്ലോ. എന്റെ ആയിരിക്കണം. ആണെങ്കിൽ എനിക്കതില്ലല്ലോ. ഓ, ആദ്യം പോയി ഒരു അര ഉണ്ടാക്കിട്ട് വാ, എന്നിട്ട് നമുക്ക് അരഞ്ഞാണത്തിന്റെ കാര്യം ആലോചിക്കാം. അര ലിറ്റർ കൂടി. ഓ, ഒരു ഉപശാപ്പ് മുഴുവൻ കുടിച്ചു പറ്റിച്ചല്ലേ. അമ്പലം വഴി പ്രസിഡന്റ് വന്നല്ലോ.
എന്താ പത്മാവതിയെ സുഖം തന്നെയല്ലേ? ശങ്കരൻകുട്ടിയുടെ സംഭാവന കിട്ടിയല്ലേ? അല്ല പ്രസിഡന്റ്, ഈ അരഞ്ഞാണത്തെ പറ്റി എന്താ അഭിപ്രായം? അരഞ്ഞാണം എന്ന് പറഞ്ഞാൽ അരക്കെട്ടിനെ അലങ്കരിക്കുന്നതും അത്യാവശ്യ ഘട്ടങ്ങളിൽ പണയം വെക്കാൻ ഉപകരിക്കുന്നതുമായ ഒരു കരവസ്തുവാകും. ഇതിനെ വടക്കൻ പ്രദേശങ്ങളിൽ അരഞ്ഞാണം എന്നും തെക്കൻ പ്രദേശങ്ങളിൽ അരഞ്ഞാണം എന്നും വിളിക്കും. അതല്ല പ്രസിഡന്റ്, നമ്മുടെ ഈ സാവിത്രിക്കുട്ടിയുടെ ഊരിപ്പോയ അരഞ്ഞാണം. അത് സ്ത്രീ ശരീരത്തിന്റെ മർമ്മപ്രധാനമായ ഭാഗങ്ങളെ അലങ്കരിക്കുന്ന പവിത്രമായ ഒരു സാധനമാണ് അരഞ്ഞാണം. അത് പൊട്ടി മണ്ണിൽ വീണ് കാണാതാവുക എന്നൊക്കെ പറഞ്ഞാൽ ഭാരത സ്ത്രീയുടെ ഭാവശുദ്ധി വെള്ളത്തിലാവില്ലേ വാസുവേ? വാസുവേ ഒരു ഉപ്പിക്കള്ള്. എടാ നീലാണ്ട, നിന്റെ സാവിത്രിയുടെ അരഞ്ഞാണം എങ്ങനെയാ അഴിഞ്ഞത്? ആരെങ്കിലും മടിക്കുത്തിനേറി പിടിച്ചോ? എന്റെ സാവിത്രിയെ കുറിച്ച് അനാവശ്യം പറഞ്ഞാണല്ലോ. പറഞ്ഞു നീ എന്തിയുള്ള എന്റെ ഷോപ്പിൽ വന്ന് ഈ പട്ടി എന്നെ തല്ലുന്നു. എന്റെ സാവിത്രിയെ കുറിച്ച് പറഞ്ഞ ഒരു പന്നിനെ ഞാൻ വെറുതെ വിടുന്ന. നിർത്ത, ഈ വണ്ടി ഇവിടെ നിർത്ത. എന്താ ഇന്ന് ബന്ധാണ്? ഒക്കെ ഞാൻ പറഞ്ഞുതരാം. ഇങ്ങോട്ട് താഴേക്ക് ഇറങ്ങ. ആലോക്കാനെ ശങ്കര, ഈ എവിടെ പോയി? മാഞ്ഞു പോയാ? കേശവ, നീ വിരിഞ്ഞ? ഞാൻ ഇവിടെ ഉണ്ട്. ഇതെന്താ സൂത്ര? താനെന്താ എന്താണ് പുറത്ത് കയറിയിരിക്കണത്? ഇനി മുതൽ ഇതിന്റെ ഡ്രൈവർ ഞാനാ. അപ്പൊ ഞാനാരാ? കിളിയാ? അതെ, കിളി തന്നെ. ഇനി പറന്നു കിടന്നോ, തന്റെ പണി പോയി. പണി പോവുകയെ? ഇതെന്താ വെള്ളിരിക്കപ്പെടണോ? ഈ പണി പോയെന്നും പറഞ്ഞുള്ള ആ കടലാസ് ഉണ്ടാ? കടലാസൊക്കെ രാവണ മകാലോട് ചോദിക്ക്, കയ്യോടെ കിട്ടും. അറിയാതെ അപ്പൊ എന്നെ വേണ്ടേ? അല്ല ഈ എന്നാലും അപ്പൊ ഈ തോട്ടി എനിക്ക് എന്തിനാ? മാങ്ങ പറിക്കാനാ? എന്നാ ഇതുകൂടി കൊണ്ടോ. എന്റെ ഭഗവതി, എങ്ങനെയുണ്ടോ ഒരു അരഞ്ഞാണം? അവൻ നിന്നെ ഇവിടെ കെട്ടിയെടുത്ത് കൊണ്ടുവന്നിട്ട് ഇത്രയും കാലമായിട്ടും അരഞ്ഞാണത്തിന്റെ വിവരം എന്നോടൊന്നും മിണ്ടിയ. ഇപ്പൊ നാട്ടുകാർക്ക് പറഞ്ഞു ചിരിക്കാനൊരു കഥ കിട്ടി. കടം കൊണ്ട് ഇരിക്കപ്പുറത്ത് ഇല്ലാതെ നടക്കല്ലേ എന്റെ മോൻ. എന്നിട്ട് നിന്റെ അരഞ്ഞാണൊന്ന് ഊരി കൊടുക്കാൻ തോന്നിയോ? കഴുത്തിലുള്ളതും കയ്യിലുള്ളതൊക്കെ ഞാൻ ഊരി കൊടുത്തില്ലേ? അതൊക്കെ വിറ്റ് കൊലക്കേണ്ടി വന്നതേ നീ കൊള്ളരുതാത്തതുകൊണ്ടാ. കൊള്ളരുതാത്തതാരാണെന്ന് ഈ നാട്ടുകാർക്ക് മുഴുവൻ അറിയാം. കഴുത്തിന് മിന്നുകെട്ടിയ ഭർത്താവിനെ കുറിച്ച് അല്ലേടെ നീ പറഞ്ഞ്? ആണും പെണ്ണും കണ്ടാ കോന്തിരിങ്ങി വരട്ടെ, ഞാൻ കാണിച്ചു തരാം. സാവിത്രേ, ഒരു സന്തോഷ വാർത്ത. എന്റെ പണി പിന്നെയും പോയി. കഞ്ഞിയുണ്ടാ? നാണം കെട്ടവനെ, ഇതോടെ ചേർത്ത് 54ാമത്തെ പണിയല്ലാടാ നിനക്ക് പോയി. അമ്മ നുണ പറയരുത്. 53ാമത്തെ പണി. ഇടാ, പാപ്പാന്റെ പണി കൂടി കളഞ്ഞിട്ട് നിനക്ക് ഞാൻ തുളയ്ക്കണ മൂടാ കിട്ടാ. ആ തങ്കപ്പന്റെ ലോറിലെ കിളിപ്പണി പോയപ്പോൾ അമ്മ ഇതന്നെയല്ലേ പറഞ്ഞത്? ഒരു പണി പോയാ വേറെ പണി. കിട്ടില്ല പണി. അമ്മേ, ചില്ലറുണ്ട് ഒരു 10 രൂപ തരാൻ. പണി കിട്ടുമ്പോ തിരിച്ചു തരാം. പണി കിട്ടിയിട്ട് വാ, അപ്പ തരാം. പാവം തള്ള. എന്തിനാണാവോ ഇതിനിങ്ങനെ ഇട്ടേക്കണം? അയ്യോ, പാമ്പ്, പാമ്പ്. അയ്യോ, എവിടെ? എന്താ പാമ്പ് എവിടെ പോയി? എവിടെ പാമ്പ്? പാമ്പ് എവിടെ? നിന്റെ അറിയില്ല പാമ്പ് അയ്യോ, എനിക്ക് വയ്യ. വയ്യാന്ന് പറഞ്ഞ എങ്ങനെയാ? അയ്യോ, എപ്പോഴാ കണ്ടത്? ഇപ്പോ എന്നിട്ട് അത് എങ്ങോട്ട് പോയി? ഞാൻ പിന്നെ എന്നെ മടിയിൽ ഒളിപ്പിച്ചു. എങ്ങോട്ട് പോയെന്ന് പറയുന്നേ? ഞാനും അതന്നെ നോക്കണേ. കട്ടിലിന്റെ അടിയിലുണ്ടെങ്കിൽ ഭാഗ്യം. അയ്യോ, പാമ്പല്ല, തിരുപ്പനാ. അപ്പൊ പാമ്പോ? നീ ഒളിപ്പിച്ചു വെച്ചേക്ക പാമ്പിനെ. ഇടുക്ക് സാധനം എടുക്ക് മോളെ. പാമ്പാവോ വാതിലും മുട്ടണേ? എന്താ അമ്മേ? എന്റെ ആക്ഷൻ കാണുമ്പോ വേറെ എന്തെങ്കിലും വിചാരിക്കുന്നു. അതല്ലാന്ന് പറയടി. എന്താണ് നിന്ന് ചെണുങ്ങുന്നേ? പോടിയപ്പുറത്ത്. അവളൊക്കെ മനസ്സിലായിട്ടൊന്നും ഉണ്ടാവില്ല. നിങ്ങൾക്ക് ഇത് എന്തിന്റെ സുഖേടാ? അതെ, ഞാനേ സ്വപ്നം കണ്ടതുപോലെ ഓ, തോന്നി. സ്വപ്നം പ്രാന്ത എല്ലാം എന്തുവാ? കിടന്നുറങ്ങാൻ നോക്ക്. മനുഷ്യന്റെ ഉറക്കവും കെടുത്തി. എന്റെ ഉറക്കം പോയി. പാമ്പ് തേങ്ങയാണ്. ദുഷ്യന്താ, ദുഷ്യന്തന്റെ തന്ത. നീ
തോന്നും ദുഷ്യന്ത. ദുഷ്യന്തന് തന്ത? അതെ, നിന്റെ തന്ത തന്നെ. സംശയം വല്ലതുണ്ടോ മോനെ ദുഷ്യന്ത? എന്റെ അച്ചുമാഷെ പണ്ടേ ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്നെ പഴയ രാജാവിന്റെ പേര് വിളിക്കരുതെന്ന്. സർക്കാർ ഗസറ്റ് പ്രകാരം കഴിഞ്ഞ 8 മാസം 9 ദിവസമായിട്ട് എന്റെ പേര് അപ്പുരാജ് എന്നാണ്. ഓഹോ, പിറന്ന 28-ന്റെ അന്ന് ഞാൻ നിനക്കിട്ട പേരാണ് ദുഷ്യന്തനെന്ന്. അന്ന് എനിക്കൊരു കിരീടവും കൂടി വെച്ച് തരായിരുന്നില്ലേ? എന്ത് മറന്നുപോയോ? നീ കിരീടം വെച്ചാലും ഇല്ലെങ്കിലും നീ എനിക്ക് ദുഷ്യന്തൻ തന്നെയാണ്. ഞാൻ ആ പേരെ വിളിക്കൂ. അതിന് വിളി കേൾക്കാൻ എനിക്ക് മനസ്സില്ല. ഓഹോ, വാശിയിലാണോ മോനെ ദുഷ്യന്ത? ദുഷ്യന്തൻ അച്ഛന്റെ അച്ഛന്റെ മോൻ അല്ലാണ്ടാണ്. ഇവിടെ നിന്ന് ഞാൻ വല്ല കടുങ്കയും ചെയ്തു. ഇത്ര ചെറുപ്പത്തിൽ ജയിലിൽ പോയി എന്നെ കൊണ്ട് വയ്യ. എവിടെ നോന്നു? വല്ല അപ്സരസ് കൊണ്ടുവന്നിട്ടാണോ? അതെ, ഇവിടെ കുറച്ചു മുമ്പ് ഒരു അപ്സരസ് ഇതുവഴി പോയപ്പോ കാർക്കൂന്തൽ നിന്ന് ഉരിഞ്ഞു വീണതാ. മാഷ് അത് മണത്തോണ്ടി പിടിക്കുന്നു. എന്തൊരു സുഗന്ധം! കാമദേവന്റെ ഈ മലരമ്പ് ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ. എവിടെയായിരുന്നു? അതേ മണം, അതേ നിറം. കാമദേവന്റെ മലരമ്പിന്റെ ഉറവിടം ഇത് തന്നെ. അടങ്ങിയിരിക്കുന്നേ ഈ കിളിയാവണൂന്ന് കൊച്ചു പിള്ളേരെ പോലെ. രാവുണ്ണിയുടെ സ്വരം തന്നെ. മധ്യവയസ് കഴിഞ്ഞിട്ടും ലജ്ജയില്ലേ ഇയാൾക്ക്? കേട്ടിട്ട് എനിക്ക് തന്നെ ലജ്ജ തോന്നുന്നു. ഈശ്വര, സാക്ഷാൽ കാമദേവന്റെ പണി തന്നെ. മതി 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 എന്ന് പറഞ്ഞില്ലേ? ആരെങ്കിലും തല്ലിക്കൊല്ലാൻ പറയൂ. താനാ പയറുപൊടി കഴിയിട്ട് വരൂ. ഒരു കാര്യം പറയാനുണ്ട്. അല്ല മാഷെ, മാഷ എങ്ങനെ കുളിമുറിയിലൂടെ എത്തിയത്? എത്തിയതല്ല, എത്തിപ്പോയതാ. പോയതോ? എന്തിനാ ഒളിഞ്ഞു നോക്കിയത്? അയ്യോ സരോജിനി, ഞാൻ ഒളിഞ്ഞു നോക്കിയെന്നോ? രാഹുലി, തനിക്ക് തോന്നുന്നുണ്ടോ അത്തരം ഒരു മ്ലേച്ഛമായ പ്രവൃത്തി ഞാൻ കാണിക്കുമെന്ന്? ആ, ഇപ്പൊ എനിക്ക് തോന്നുന്നുണ്ട്. എടോ, ഇതിനൊറ്റ മരുന്നേ ഉള്ളൂ, കല്യാണം. എന്റെ ദേവയ്ക്ക് മരിക്കുമ്പോ ഞാൻ അവൾക്ക് കൊടുത്ത വാക്കാ, ഈ ജന്മത്തിൽ ഇനി മറ്റൊരു കല്യാണം ഉണ്ടാവില്ലെന്ന്. ഇങ്ങനെ കുളിമുറിയിൽ ഒളിഞ്ഞു നോക്കുന്നതിലും ഭേദം ആ വാക്ക് തെറ്റിക്കുന്നതാ. സരോജിനി, മാന്യനായ ഒരു പ്രധാന അധ്യാപകനാണ് ഞാൻ. സംസ്കാരത്തോടെ സംസാരിക്കൂ. ഞാൻ മുല്ലപ്പൂ നോക്കി. ഈ വയസ്സാങ്കാലത്ത് മാഷക്കെന്തിനാ ഇനിയിപ്പൊ മുല്ലപ്പൂ? എന്താ മാഷെ, പുതിയ ടീച്ചർമാരായിട്ട് വല്ല 2ാം പാഠം തുടങ്ങിയോ? എന്റെ രാവുണ്ണി, അതൊന്നുമില്ല. ഇന്ന് പ്രഭാതത്തിൽ എന്റെ മകൻ ദുഷ്യന്തന്റെ മുറിയിൽ പുഷ്പവൃഷ്ടി. പുഷ്പവൃഷ്ടി? പുഷ്പവൃഷ്ടി. എന്റെ മകന്റെ മുറിയിൽ കണ്ട മുല്ലപ്പൂവിന്റെ ഉറവിടം തേടി ഇറങ്ങിയപ്പോഴാണ് എനിക്കൊരു സത്യം മനസ്സിലായി. എന്ത് സത്യം? ആ മുല്ലപ്പൂവിന്റെ ഉറവിടം ഇവിടം തന്നെയാണെന്ന്. ഞാൻ പറഞ്ഞു വന്നതിന്റെ ആന്തരാർത്ഥം രാവുണ്ണിക്കും സരോജനിക്കും പിടികിട്ടിയോ? പിടികിട്ടോ പിടികിട്ടാണ്ടിരിക്കോ എന്തെങ്കിലും ആവട്ടെ, മാഷ് വേഗം സ്കൂളിലേക്ക് പോവാൻ നോക്ക്. പിന്നെ പോണ വഴിക്ക് വിഷവൈദ്യനൊന്ന് കണ്ടേക്ക്. ആകെ അങ്ങോട്ടൊരു നീല നിറായിട്ടുണ്ടല്ലോ.